ആയുധങ്ങൾക്ക് ശിരസ്സെടുക്കാൻ പറ്റും, കഴുത്തറുത്തു മാറ്റാൻ പറ്റും, കാലും കൈയും ഛേദിക്കപ്പെടാൻ പറ്റും. ഹാരിസ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു കൈയും കാലും മുറിക്കപ്പെട്ട ഒരു മാംസഖണ്ഡമായി, ഒരിറച്ചി കഷ്ണമായി തന്റെ ശരീരത്തിലൂടെ ധാരധാര ഒലിക്കുന്ന രക്തത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന തീക്ഷണയുടെ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും വലിയ നിലപാടായിരുന്നു എന്നതാണ്. സത്യത്തിൽ അടിച്ചമർത്തപ്പെടാൻ വേണ്ടി നോക്കിയ എത്ര മനുഷ്യർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും തോറ്റുകൊടുത്തിട്ടില്ല. അവരുടെ മുന്നിൽ ആയുധമുണ്ടായിരുന്നു. വാക്കുകൾ അവരുടെ ആയുധമായിരുന്നു. എഴുത്ത് അവരുടെ ആയുധമായിരുന്നു. ദുർബലരാണ് എന്ന കാരണം കൊണ്ട് അവർ തോൽക്കേണ്ടി വന്നിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അന്നം ഉപേക്ഷിച്ച്, പാനം ഉപേക്ഷിച്ച് ബിലാൽ ഇബ്നു റബാഹിനെ അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ പോലും ആ മർദ്ദനത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് ആശ്വാസത്തെയാണ്. അല്ലാഹ് എന്ന ഒരു ശക്തിയിലേക്ക് ആ മനുഷ്യന്റെ ഹൃദയം അടക്കം പ്രാപിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മനുഷ്യരുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ശക്തിയുണ്ട്, വിപ്ലവാത്മക ശക്തിയുണ്ട്. ആ വിപ്ലവാത്മക ശക്തിയെ ഇങ്ങനെ വികസിപ്പിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ശക്തി കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, എഴുത്ത് രൂപപ്പെടുന്നത്, സാഹിത്യം രൂപപ്പെടുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേദന അനുഭവിക്കുന്നവന്റെ രോധനങ്ങളിൽ നിന്നാണ്, അവരുടെ വ്യഥകളുടെ കഥകളിൽ നിന്നാണ്. ഹങ്കർ എന്ന്